ഹലോ ഹായ്, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇപ്പോൾ റംബൂട്ടാൻ്റെ സീസൺ എല്ലായിടത്തും റംബൂട്ടാൻ പഴുത്തൊക്കെ കിടപ്പുണ്ടായിരിക്കും. പുതിയ തൈ വെക്കുന്നവരും ഒക്കെ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളെ പറ്റിയാണ് ഈ ഒരു വീഡിയോ. അപ്പോൾ വീഡിയോ നിങ്ങൾ ഫുള്ളായി കാണാൻ ശ്രമിക്കുക. നമ്മുടെ കാലാവസ്ഥ വളരെ നല്ല രീതിയിൽ കായ്ച്ച് ഇഷ്ടംപോലെ കായ്ഫലം തരുന്ന നല്ല മധുരമുള്ള ഒരു കിടിലൻ ഫ്രൂട്ടാണ് റംബൂട്ടാൻ. റംബൂട്ടാൻ്റെ ഒരുപാട് ഇനങ്ങളുണ്ട്, അതിൽ തന്നെ നാടൻ വെറൈറ്റികളും ഉണ്ട്. റംബൂട്ടാൻ തൈ വയ്ക്കുമ്പോൾ എപ്പോഴും നമ്മൾ ബഡ് തൈ വയ്ക്കുന്നതാണ് നല്ലത്. ഇതിൻ്റെ കുരു ഇട്ട് നമുക്ക് പുതിയ തൈകൾ ഉൽപ്പാദിപ്പിക്കാമെങ്കിലും അത് കായ്ഫലം തരാൻ ഒരുപാട് വർഷങ്ങളെടുക്കും. അതുപോലെ തന്നെ ഇതിൽ ആണ് പെണ്ണ് വ്യത്യാസമുണ്ട്. ചിലപ്പോൾ അത് ആൺമരം വന്നെങ്കിൽ കായ്ക്കത്തുമില്ല. ബഡ് തൈക്ക് അങ്ങനെ ഒരു പ്രശ്നമില്ല. അപ്പോൾ നിങ്ങൾ എപ്പോഴും ബഡ് തൈ മാത്രമേ വാങ്ങി വയ്ക്കാൻ പാടുള്ളൂ. ഇത് നല്ല രീതിയിൽ പഴുത്ത് കഴിഞ്ഞാൽ നല്ല റെഡ് നിറത്തിലോട്ട് പോകുന്ന റംബൂട്ടാനാണ്. ഇതല്പം വിളയുന്നതിന് മുമ്പ് വെച്ച് ഈ ഒരു പരുവത്തിൽ പോലും ഇതിന് നല്ല മധുരമാണ്. ജസ്റ്റ് അതിൻ്റെ ഒരു പച്ചയിൽ നിന്നൊരു മഞ്ഞയിലോട്ട് പോകുമ്പോൾ തന്നെ നമുക്ക് പറിച്ച് കഴിക്കാൻ പറ്റും. അപ്പോൾ തന്നെ മധുരമാണ്. നല്ല റെഡ് ആകുമ്പോഴത്തേനും നല്ല തേൻ മധുരം ഇതിനുണ്ടാവും. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നൊരു ടേസ്റ്റ് കൂടി ഉള്ളതാണ് റംബൂട്ടാൻ. നമുക്ക് ഇതിൻ്റെ അകത്തൊരു ചെറിയൊരു കുരുവും വരും. അതിനൊക്കെ തന്നെ ഇതിൽ നമ്മുടെ നാട്ടിലൊക്കെ വരിക്ക കുഴി എന്ന് പറയും. വരിക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ കുരു നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ഫ്ലഷ് അടർത്തിയെടുക്കാൻ പറ്റും. എന്നാൽ നാടൻ വെറൈറ്റികളെല്ലാം കുഴി കണക്കത്തെ ആയിരിക്കും. അതായത് കുരു നമുക്ക് ഇതേ കണക്ക് അടർത്തിയെടുക്കാൻ പറ്റത്തില്ല. അപ്പം അതുകൊണ്ട് എപ്പോഴും വയ്ക്കുമ്പോൾ നല്ല ഇനങ്ങൾ മാത്രം ഇതേ കണക്ക് കുരുവിന്ന് നമുക്ക് അടർത്തിയെടുക്കുന്ന ഇനങ്ങൾ മാത്രം വയ്ക്കുക. അതാണ് നമുക്ക് കഴിക്കാൻ എളുപ്പവും നല്ല ടേസ്റ്റും ഉള്ളത്. ഇങ്ങനെ ഇളക്കിയെടുക്കുന്നതിനൊക്കെ നല്ല മധുരമാണ്. ഇത് N18 എന്നൊരു നല്ലൊരു ഇനം റംബൂട്ടാനാണ്. ഇതിനൊക്കെ മികച്ച ഇനങ്ങൾ ഒരുപാടുണ്ട്. അതിൽ നല്ലൊരു ബഡ് തൈ തന്നെ വയ്ക്കാൻ ശ്രമിക്കുക. അതിനൊക്കെ തന്നെ വയ്ക്കുമ്പോൾ നല്ല സൂര്യപ്രകാശം കിട്ടുന്ന സ്ഥലത്തായിട്ട് വേണം റംബൂട്ടാൻ തൈ എപ്പോഴും വയ്ക്കാൻ. എന്നാൽ ആദ്യത്തെ ഒരു വർഷം അല്പം തണൽ കൊടുക്കുന്നത് നല്ലതാണ്. അല്ലെങ്കിൽ ഇലയൊക്കെ ചിലപ്പം കരിഞ്ഞു പോകുന്നതായിട്ട് കാണപ്പെടുന്നുണ്ട്. ചെറിയ ഒരു എന്തെങ്കിലും ഒരു നെറ്റാണോ എന്ന് മണ്ടയിൽ കെട്ടി കൊടുത്തിരുന്നാൽ മതി. പിന്നീട് അത് വലിയ പ്രശ്നമാണ്. ഈ ചൂടൊക്കെ ഒരുപാടുള്ള സ്ഥലങ്ങളിലാണ് അങ്ങനെ ഒരു പ്രശ്നം കാണുന്നത്. ഇലകൾ ചിലപ്പം കരിഞ്ഞ് മഞ്ഞളിച്ചൊക്കെ നിൽക്കുന്ന കാണാം. അധികം വെയിലിൽ ചൂട് ഇല്ലാത്ത സ്ഥലത്താണെങ്കിൽ നല്ല പ്രകാശത്തിൽ വെച്ചാലും കുഴപ്പമില്ല. ചിലയിടത്തൊക്കെ നല്ല സൂര്യപ്രകാശം ഏൽക്കുമ്പോൾ ഇലകൾ കൊള്ളുന്നതായി കാണുന്നത്. അത് തൈപ്പരുവത്തിലേ ഉള്ളൂ. പിന്നീട് മരം മൂത്ത് വരുമ്പോഴത്തേനും ആ ഒരു പ്രശ്നം ഉണ്ടാകുന്നില്ല. ആദ്യത്തെ ഒരു കൊല്ലം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. അപ്പം നല്ല രീതിയിൽ ജലസേചനവും വളപ്രയോഗമൊക്കെ നടത്തി പരിപാലിച്ചെടുക്കുകയാണെങ്കിൽ ഏകദേശം ഒരു 2.5 അല്ലെങ്കിൽ 3 കൊല്ലം കൊണ്ട് തന്നെ നമുക്കിത് കായ്ഫലം കിട്ടിത്തുടങ്ങും. ഇതിൻ്റെ വളപ്രയോഗം നമുക്ക് തൈ നടാൻ നേരത്ത് അല്പം ജൈവവളം കൂട്ടി നട്ടാൽ മതി. ചാണകപ്പൊടി എല്ലുപൊടിയൊക്കെ ചേർത്ത് കുഴി നല്ലതായിട്ട് വൃത്തിയാക്കി അതിലോട്ട് തൈ വെച്ചാൽ മതി. പിന്നീട് നല്ല രീതിയിൽ ജലസേചനം നൽകുക. ജലസേചനം നൽകി ഏകദേശം ഒരു 2.5 കൊല്ലം അല്ലെങ്കിൽ 3 കൊല്ലം ആകുമ്പോൾ തന്നെ ഇത് പൂത്ത് തുടങ്ങും. ആ സമയത്ത് അല്പം ഡോളമൈറ്റൊക്കെ ഇട്ട് കൊടുക്കുക. അല്ലെങ്കിൽ കാപൊഴിച്ചിൽ റംബൂട്ടാൻ നല്ല രീതിയിലുള്ളതാണ്. അതിപ്പം നോർമലി തന്നെ ഈ പിടിക്കുന്ന എല്ലാ കായൊന്നും സെറ്റായി കിട്ടത്തില്ല. അത് ഒരുവിധം കുറേ പൊഴിഞ്ഞു പോകും. എന്നിരുന്നാലും ചിലപ്പോൾ ഈ പച്ച എല്ലാം പൊഴിഞ്ഞു പോകുന്നത് കാണുന്നുണ്ട്. ആ സമയത്തിൻ്റെ ഡോളമൈറ്റും അതിനൊക്കെ തന്നെ ഒരു കുമിനാശിനിയൊക്കെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ എല്ലാം സെറ്റായിട്ട് കിട്ടും. അതിനൊക്കെ തന്നെ ഇടയ്ക്കൊക്കെ ഒരു പൊട്ടാഷ് ചേർത്ത വളങ്ങളൊക്കെ ഇട്ട് കൊടുത്ത് ഒരുപാട് കായ്ഫലം നമുക്ക് പിടിച്ച് കിട്ടും. ഇതിന് മറ്റ് കീടബാധ ഒന്നും തന്നെ ഏൽക്കാത്ത ഒന്നാണ് റംബൂട്ടാൻ. പുഴുവിൻ്റെ ശല്യം അങ്ങനെയൊന്നുമില്ല. ആകപ്പാടുള്ളത് പക്ഷികളുടെയും മൃഗങ്ങളുടെയൊക്കെ ശല്യമാണ്. അപ്പോൾ ഈ പച്ച പരുവത്തിലൊന്നും ഒന്നിൻ്റെ ശല്യം കാണുന്നത്. ഇത് വിളഞ്ഞു തുടങ്ങുമ്പോൾ അണ്ണാനും വവ്വാലും അങ്ങനെ കുരങ്ങൊക്കെ ഉണ്ടെങ്കിൽ വന്ന് മൊത്തം പിച്ചിക്കൊണ്ട് പോകും. അതുകൊണ്ട് ആ സമയങ്ങളിൽ നെറ്റോ ഒക്കെ ഉപയോഗിച്ച് ഫുള്ളായിട്ട് കവർ ചെയ്ത് വയ്ക്കും. നമുക്കെല്ലാം കഴിക്കാൻ തന്നെ കിട്ടും. ഇപ്പോൾ മാർക്കറ്റിൽ നല്ല കണക്ക് വിലയുള്ളൊരു സാധനം കൂടെയാണ് റംബൂട്ടാൻ. കൃഷി ചെയ്യുന്നവർക്കൊക്കെ നല്ല ലാഭം കിട്ടുന്നുണ്ട്. അത്രയ്ക്ക് ഇത് കായ്ക്കും. വർഷത്തിൽ ഒരു സീസണാണ് റംബൂട്ടാൻ ഉള്ളതും. അപ്പോൾ എല്ലാവരും വീട്ടിലൊരു തൈ വെക്കേണ്ടതാണ്. അത്രയ്ക്ക് നല്ല ടേസ്റ്റുള്ള ഒന്നാണ് റംബൂട്ടാൻ. ഇപ്പോൾ എല്ലാവരുടെ വീട്ടിലും കാണും. എങ്കിലും വെക്കാൻ ഉണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങളുടെ ഗാർഡനിൽ ഉൾപ്പെടുത്തും. വീഡിയോ ഇഷ്ടം ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.